പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്തിൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ ഇടയാക്കരുതേ. ദുഷ്ടാരൂപിയോട് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജശക്തി ഓർത്തു എനിക്ക് അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ രക്ഷാപദ്ധതിയിൽ പങ്കുചേരുവാൻ ഞങ്ങളെ വിളിച്ച് അങ്ങയുടെ അനന്തകാരണത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഭഗവന്ധ്യസ്ഥനായ വിശുദ്ധ നോണിസിന്റെ ഓർമ്മ ആചരിച്ചുകൊണ്ട് ഈ ദിവസം വിശുദ്ധിയോട് പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും.
അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാദൻ മഹിമ നിറഞ്ഞവനും ആരും സ്തുത്യനുമെന്നെന്നും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയും സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സ്ഥലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. ആമേൻ. എന്റെ കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങൾ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായി നീക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ പാടിടുവിൻ. ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ്വര, പരിപാവനനാം വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതനും ബലവാനും അമരത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് ഉദ്വിധം എപ്പോഴും ഞങ്ങളോട് കരുണ കാണിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. എൻ്റെ സഹോദരി, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ വിശിയാക്കോബ് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. എൻ്റെ സഹോദരരെ, വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്യുന്നവന് എന്ത് മേന്മയാണുള്ളത്? ഈ വിശ്വാസത്തിന് അവനെ രക്ഷിക്കാൻ കഴിയുമോ? ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ശരീരത്തിന് ആവശ്യമായത് അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോവുക, തീ കായുക, വിശപ്പടക്കുക എന്നൊക്കെ അവരോട് പറയുന്നെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. നമ്മുടെ കർത്താവായ യേശുവിന്റെ സ്തുതി.
സുവിശേഷം പരിപാലനം പരിചയാലും പ്രയോജനം അതിശ്രേഷ്ഠമായത് അതിമോഹനം പരിപാലനം എന്നേശ്വരിൻ വചനം അതിമോഹനം പരിപാലനം സുവിശേഷം പരിപാലനം സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 6:46 മുതലുള്ള തിരുവചനങ്ങൾ. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? എൻ്റെ അടുത്ത് വന്ന് എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ആർക്ക് സദൃശനാണെന്ന് ഞാൻ വ്യക്തമാക്കാം. ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യനോട് സദൃശനാണ് അവൻ. വെള്ളപ്പൊക്കമുണ്ടാവുകയും ഒഴുക്ക് അതിനുമേൽ ആഞ്ഞടിക്കുകയും ചെയ്തു. എന്നാൽ ആ വീടിനെ ഇളക്കാൻ കഴിഞ്ഞില്ല. എന്തെന്നാൽ അത് ബലിഷ്ഠമായി പണിയപ്പെട്ടിരുന്നു. വചനം കേൾക്കുകയും എന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഉറപ്പില്ലാത്ത തറമേൽ വീട് പണിതവന് തുല്യൻ. ജലപ്രവാഹം അതിനുമേൽ ആഞ്ഞടിച്ചു, ഉടനെ അത് നിലം പതിച്ചു. ആ വീടിന്റെ തകർച്ച വലുതായിരുന്നു. മിശിഹായിലെ സ്നേഹമുള്ളവരെ, നമ്മുടെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന നമുക്കെല്ലാവർക്കും വിശുദ്ധന്റെ വലിയ മധ്യസ്ഥം തേടിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധനോടുള്ള ഭക്തിയും സ്നേഹവും അത് നമ്മുടെ ഒരു വികാരമാണ്. കാരണം നമ്മുടെ ഇടവക മധ്യസ്ഥൻ, അതായത് നമ്മുടെ ഈ ദേവാലയത്തിൽ കുടിയിരുത്തിയിരിക്കുന്ന മധ്യസ്ഥൻ, ആ മധ്യസ്ഥൻ നമ്മുടെയും ഈ പ്രദേശത്തിൻ്റെയും വലിയ അനുഗ്രഹമായിട്ട് മാറുന്നത് നമ്മുടെ അനുഭവങ്ങൾ കൊണ്ട് നമ്മൾ അറിഞ്ഞതാണ്. ഈ വിശുദ്ധൻ്റെ വലിയ മധ്യസ്ഥ ശക്തി നമുക്ക്, നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ഈ ദേശത്തിനും കൂടുതലായിട്ടുണ്ടാകുന്ന ദിവസങ്ങളാണ് ഈ തിരുനാൾ ദിവസങ്ങൾ. അതുകൊണ്ട് ഏറ്റവും തീക്ഷ്ണതയോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. തിരുനാൾ എന്നത് ആഘോഷങ്ങൾ മാത്രമല്ല, മറിച്ച് വിശ്വാസത്തിൽ വളരുവാനും ഏത് തിരുനാളാണോ നമ്മൾ ആഘോഷിക്കുന്നത് ആ വിശുദ്ധൻ്റെ വലിയ ഭക്തിയിലും സ്നേഹത്തിലും വളരുവാനുള്ള ഒരു അവസരമാണ്. അങ്ങനെയെങ്കിൽ ഇന്നും നാളെയും നമ്മുടെ ഇടവയിൽ നടത്തപ്പെടുന്ന ഈ തിരുനാൾ ദിവസങ്ങൾ വലിയ വിശ്വാസത്തിൻ്റെയും ദൈവാനുഗ്രഹത്തിൻ്റെയും അതിലുപരി വിശുദ്ധനോടുള്ള ഭക്തിയും സ്നേഹവും വർദ്ധിപ്പിക്കാനും അതിനേക്കാളും ഉപരി ഈശോയോടുള്ള ആത്മബന്ധത്തിൽ വളരുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ തിരുനാളുകളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ വളർച്ചയാണ്. ഇന്ന് വിശുദ്ധൻ്റെ പൊന്നാവ് എഴുന്നള്ളിച്ചുകൊണ്ട് വീടുകളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നുണ്ട്. എല്ലാം വിശുദ്ധൻ്റെ വലിയ വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്. നമ്മൾ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ അമ്പ് എഴുന്നള്ളിച്ചുകൊണ്ട് പല വീടുകളിലും, അത് നാനാജാതി മധ്യസ്ഥരായിട്ടുള്ള വീടുകളിലൊക്കെ നമ്മൾ കടന്നു ചെല്ലാറുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ അന്തോണീസിൻ്റെ ഈ പൊന്നാവ് എഴുന്നള്ളിച്ചുകൊണ്ട് നമ്മുടെ വീടുകളിലേക്ക് ചെല്ലുമ്പോൾ വിശുദ്ധൻ്റെ വലിയ മധ്യസ്ഥം അതാത് ഭവനങ്ങളിലും അതാത് സ്ഥലങ്ങളിലും നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാം വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് തെളിവുകൾ നമുക്ക് നിരത്താനില്ല, മറിച്ച് അത് അനുഭവത്തിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇന്നലെ നമ്മൾ പ്രദർശിപ്പിച്ച ഹോപ്പ് എന്ന് പറയുന്ന സിനിമ അത് വളരെ കൃത്യമാണ്. ഈ പറഞ്ഞ വരികൾക്ക് അടിവരയിടുന്നതാണ്.
വിശ്വാസത്തോടുകൂടി ദൈവിക കാര്യങ്ങളെയും ജീവിതാനുഭവങ്ങളെയും കാണുമ്പോൾ ആ കാണുന്നവന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തിരുവചനത്തിലൂടെ പറഞ്ഞതുപോലെ അത് ഉറച്ചടിസ്ഥാനമാണ്. പാറമേൽ പണിത ഭവനം അത് ഉറച്ചതായിരുന്നു. അതുകൊണ്ട് ഒരു ക്രൈസ്തവ ജീവിതത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഉറച്ചടിസ്ഥാനം വിശ്വാസത്തിലും അതുപോലെ ദൈവിക കാര്യങ്ങളിലും ക്രിസ്തീയ മൂല്യങ്ങളിലും അടിയുറച്ച വിശ്വാസത്തിൽ വളരുവാനുള്ള ഒരു വിളിയും കൂടിയാണ് ഈ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ നാളത്തെയും ഈ തിരുനാൾ ദിവസങ്ങൾ നമ്മുടെയും ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന നാനാജാതി മതസ്ഥരുടെയും വിശ്വാസത്തിൻ്റെയും വിശുദ്ധനോടുള്ള വലിയ ഭക്തിയുടെ അനുഭവങ്ങളിലും ഒരുപാട് മാറ്റമുണ്ടാകാനും ഒരുപാട് വളർച്ചയുണ്ടാകാനും അങ്ങനെ ഈശോയിൽ നിന്ന് ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ സ്വന്തമാക്കുവാനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ദിവസം വിശുദ്ധ അന്തോണീസിന്റെ പൊന്നാവിനെ വിശ്വാസത്തോടു കൂടി സ്വീകരിക്കുന്ന ദിവസമാണ്. ഈ ദിവസവും വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ ദിവസമായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഏവർക്കും തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്നപേക്ഷിക്കാം. വിശുദ്ധരുടെ മാതൃക അനുകരിച്ച് അനുദിന ജീവിതത്തിലെ സന്തോഷങ്ങളും സങ്കടങ്ങളും സമചിത്തതയോടെ സ്വീകരിക്കാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിത്യാനന്ദവും അവർണീയാനുഗ്രഹങ്ങളും അനശ്വര ജീവനും നൽകി വിശുദ്ധരെ അനുഗ്രഹിച്ച മിശിഹായെ സ്വർഗ സൗഭാഗ്യം ലക്ഷ്യം വെച്ചുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മിശിഹായുടെ മാർഗം പിഞ്ചെന്ന ഞങ്ങളുടെ ഇടവക മധ്യസ്ഥന്റെ മാതൃക അനുകരിച്ച് വിശ്വാസത്തിൽ ആഴ്പ്പെടാനും വിശുദ്ധിയിൽ വളരാനും വരം നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ചെറിയ കാര്യങ്ങളിൽ പോലും വിശ്വസ്തരായിരുന്ന ദാസരെ പോലെ അങ്ങ് നൽകിയ താലന്തുകളെ പ്രയോജനപ്പെടുത്താനും വർദ്ധിപ്പിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഇടവകമധ്യസ്ഥന്റെ പ്രാർത്ഥനയാൽ ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവായ മിശിഹായെ, നിന്റെ കൃപയാൽ ഞങ്ങളെല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങളെ യാചനകൾ ശ്രമിക്കണമേ. ഈ ഇടവകയുടെ മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെ ഓർമ്മയെ ആചരിക്കുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ ദാനങ്ങൾ സമർത്ഥമായി നൽകണമേ. വിശുദ്ധന്റെ പ്രാർത്ഥനകളാൽ അങ്ങയുടെ കൃപയ്ക്ക് ഞങ്ങൾ അർഹരാകുകയും നിത്യാനന്ദത്തിൽ പങ്കാരാകുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥനായി നീക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകി കളയട്ടെ. നൽകിയ പോലെ ഒന്നുമില്ലൻ കയ്യിൽ നിനക്കായി നൽകാൻ എന്നെ മാത്രം നിന്നിലേകൊന്നു ഞാൻ. എൻ
കൈകളിൽ എന്നെ മാറ്റിയിടണേ. നിൻ സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കിസ്മാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപോലിത്തമാരും മെത്രാമാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്നും വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ എന്റെ സഹോദരരെ. ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഈ കൃപാന സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകമുഴുവന് വേണ്ടി അവർ സമർപ്പിക്കുന്നതിന് അവിടുന്ന് സമയരാവുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ദിവരഹസ്യങ്ങളിൽ ശുശ്രൂഷകരാകുവാൻ എളിവരും പാപികളുമായിരുന്നിട്ടും നീ ഞങ്ങളെ യോഗ്യരാക്കുന്നുവല്ലോ. അങ്ങ് നൽകുന്ന ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടെ ഉറച്ച വിശ്വാസത്തോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഇവരെയും ശക്തരാക്കണമേ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ.
സഹോദരയും ഈശ്വരസ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധോടും കൂടി കർത്താവിൽ നിന്ന് പറയുകയും അടുത്ത് വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദ്രപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാന സമൃദ്ധമാനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് വരുത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. ദൈവപിതാവിൻ സ്നേഹമതും ഭൂജാതം സഹവാസമുനി നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലെ ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ ഉയരങ്ങളിലെ ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേക്കും വിട്ട് ആരാധിക്കുന്നു. അഗ്നീനുമാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ കൃപന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. ോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരായ ഈ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഇപ്പോൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്തു സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത്
നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനോടെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായി തിരഞ്ഞെടുത്തിരിക്കുന്ന മർലിയോ 14-ാമൻ പാപ്പയ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാറാഫിൽ തട്ടിൽ ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്കും ഞങ്ങളുടെ അതിരൂപദക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പൊലീത്തായ്ക്കും ഞങ്ങളുടെ പിതാവിന്റെ ഉപദക്ഷണമായ മാർ പോളി മെത്രാനും പുരോഹിതന്മാർ, സംസ്ഥാന മനസ്സമർപ്പിതർ, അൽമായി പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, സന്യസ്തവരി വിദ്യാർത്ഥികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും, ഞങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും, അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനും, രോഗികളായി ആശുപത്രികളിലും വീടുകളിലും കഴിയുന്നവർക്കും, മാരകമായ അസുഖങ്ങളാൽ വിഷമിക്കുന്നവർക്കും, വിദൂര സ്ഥലങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും, ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചവർക്കും, ഈ തിരുനാൾ ദിവസങ്ങളിലെ വിശുദ്ധ അന്തോണീസിന്റെ വലിയ മധ്യസ്ഥം ഞങ്ങൾക്ക് ഏവർക്കും, ഈ നാടിനും നാനാജാതി മതസ്ഥർക്കും ലഭിക്കുന്നതിനും, ഊട്ടുതിരുനാളിന്റെ എല്ലാ ഒരുക്കങ്ങളും ഏറ്റവും നന്നായി ക്രമീകരിക്കപ്പെടുന്നതിനും, അയോഗ്യനായ എനിക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. സ്വീകരിക്കണമേ. പാവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനോടെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസന്റെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ ഉയർപ്പിൽ വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രിയപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവം, ഞങ്ങൾക്ക് വേണ്ടിയുള്ള മഹനീയ വിധവനോട് ചെയ്തോന്നണമേ. അങ്ങനെ കാര്യമായി ഇനി പാപങ്ങൾ വായിച്ചു കളയണമേ. പാമോക്ഷമായ തിരുശരക്തയും സുഗതപ്രദമാക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾക്ക് ഏറ്റവും യോഗ്യരാകുന്നു. എങ്കിലും സ്നേഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ
ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. വേറെയില്ലെന്നാശ്രയം മാത്രം ചാരും നിത്യജീവനെ അങ്ങ് മാത്രമാണെന്നും എന്റെ സർവസ്വം. ആരാധന അങ്ങേക്കാരാധന യേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന യേശുവേ അങ്ങേക്കാരാധന. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നമ്മളെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തരോട് സമീപിക്കാം. അണ്ടവുന്നതാകുന്ന ശരണത്തോടെ അവതാരിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്താപിച്ചും സഹോദരങ്ങളുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സ്വലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും ബലങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദേശത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവനോട് ശരീരങ്ങളുടെ ഏർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപ്രഭു ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ചേർന്ന് വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ ആഗ്രഹമേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഇത് നടന്ന് രാജ്യവും ശക്തിയും ബോധവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. സഭയിലേക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശു മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്തിൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരി, സ്വർഗ്ഗത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കാനും അവിടുത്തെ രഥം പാനം ചെയ്യാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ ശരീരവും രക്തവും ലഭിച്ചവന് കാരണമാകട്ടെ. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ
ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട് നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണീയമായ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതിയും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ വക മധ്യസ്ഥന്റെ ഓർമ്മയെ ആചരിച്ചുകൊണ്ട് സ്തുത്യവും പരിശുദ്ധവും ജീവനായകവും ദൈവികമായ രഹസ്യങ്ങൾ പങ്കുചേരുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകി. ഈ ദാനത്തെ പ്രതി അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. പ്രതീക്ഷയായ മിശിഹായെ, വിശുദ്ധ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളെ പൊറുക്കുകയും പാപങ്ങൾ ക്ഷമിക്കുകയും നിത്യജീവൻ ഞങ്ങളെ പങ്കാരാക്കുകയും ചെയ്തു. ഈ അമൂല്യദാനം എന്ന് വാഴ്ത്തപ്പെട്ടതാകട്ടെ. വിശുദ്ധ അന്തോണീസിനെ പോലെ ഞങ്ങളും ഈ ഭൂമിയിൽ നിന്ന് ഏറ്റുപറയാനും ജീവിതത്തിലൂടെ നിനക്ക് സാക്ഷ്യം വഹിക്കുവാനും സഹായിക്കണമേ. സകലത്തിന്റെയും നാഥായി നീക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. കാരണമാകട്ടെ. ഞങ്ങൾ വരുമ്പോൾ